ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം യെസ്റ്റർഡേ അക്ബർ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ആയിട്ട്. രഞ്ജിത കാരണം മരിച്ച ദീപകിൻ്റെ ഒരു വെച്ചിട്ടാണ് അക്ബർ പറഞ്ഞിരിക്കുന്നത്. അതായത് ബിഗ് ബോസിൽ നേരത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ ടാസ്കിൽ ഒരു ഫേക്ക് അലിഗേഷൻ, അതായത് ഫേക്ക് അലിഗേഷൻ എന്ന് അക്ബർ പറയുന്ന ഒരു ഫേക്ക് അലിഗേഷൻ അനുമോൾ ആൻഡ് ലക്ഷ്മി ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നിന്നവരൊക്കെ അക്ബറിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അക്ബർ പറയുന്നത്. അക്ബർ പറഞ്ഞ ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അക്ബർ ഉദ്ദേശിക്കുന്നതെന്ന്. ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് ഇതേപോലെ ഒരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ചുറ്റുമുള്ള അത്രയും ക്യാമറയുടെ മുമ്പിൽ എന്റെ നിരപരാധിത്വമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് അത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ച് പ്രതികരിക്കാതിരുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അവിടെ. നെവിൻ ഒഴികെ. നെവിൻ മാത്രമാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത്. പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജാക്കി എന്ന നോമിനെ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ. ഇന്നും അത് മറ്റുള്ളവരുടെ ജീവനെടുക്കാൻ പാകത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങൾ, അതിന്റെ പഴുതുകൾ മിസ്യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പുരുഷനെതിരെ എന്ത് പറഞ്ഞാലും അത് ആഘോഷിക്കപ്പെടുന്നുള്ളതാണ്. സത്യം പറഞ്ഞ അക്ബർ ഈ ഒരു ഇൻസിഡൻറ്റും, അതായത് ബിഗ് ബോസ് ഷോയിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് തമ്മിൽ എന്തിനാണ് കൂട്ടിക്കുഴയ്ക്കുന്നത് എനിക്ക് അറിയത്തില്ല. സ്വന്തമായി ഇരുന്ന് വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കിയൊന്ന് കേട്ട് നോക്കാം. അല്ലെങ്കിൽ കാര്യങ്ങൾ മാറുന്നിടത്താണ് നമുക്ക് ആത്മഹത്യ ഇനിയും തുടരുകയും ചെയ്യും. ഇനി ഇതെനിക്ക് തോന്നുന്നില്ല ഇത് ഇവിടെ നിൽക്കുന്നു. ഇനിയും ആത്മഹത്യകൾ വരും. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരു ആരോപണത്തിനെതിരെ പ്രതികരിക്കാനും പോരാടാനുള്ള ധൈര്യം, മാനസിക നിലയൊന്നും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അത് ഓരോരുത്തരുടെയും മാനസിക ആരോഗ്യത്തിനനുസരിച്ചാണ്. അതില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പോലെ നമ്മൾ കാണിച്ചു വിടുന്നത് ഭയങ്കര ബോറാണ്. ഗാലറിയിൽ നിന്ന് കളി കാണുന്നത് പോലെ അതിൽ എന്ത് വേണമെങ്കിലും എഴുതി വിടാം, ആരെക്കുറിച്ച് എന്തും പറയാം. ആവശ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഒരു ചൂടും വേവൊക്കെ അറിയുള്ളൂ. ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. പ്ലീസ് ഇനിയെങ്കിലും നിങ്ങൾ നിർത്തും. അപ്പോൾ ഇതായിരുന്നു, ഈ വീഡിയോ ആയിരുന്നു അക്ബർ ഇട്ടിരുന്നത്. പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അക്ബർ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇൻസിഡൻറ്റ് വെറും ഫേക്ക് അലിഗേഷനാണ്. അനുമോളുടെയും ലക്ഷ്മിയുടെയും കാര്യങ്ങളൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ അനുമോളുടെ എതിരായിട്ടാണ് അക്ബർ സംസാരിക്കുന്നത്. അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ അക്ബർ കുത്തിയിരുന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരോടും സംസാരിക്കുന്നുണ്ട്, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ കമൻറ്റ്സ് ഒക്കെ ഡിലീറ്റ് ആക്കുന്നത്. അതിൽ വന്ന കുറച്ച് കമൻറ്റ്സ് ആണ്. അനുമോളെക്കുറിച്ച് അക്ബർ പറഞ്ഞ് നടന്നു നോക്കാം, മലയാളികൾ മറന്നിട്ടില്ല. എപ്പിസോഡിലെല്ലാം കാണണമെന്നില്ല, ലൈവിൽ കണ്ടവർക്കറിയാം എല്ലാം. അത്രയും വിഷം ഉണ്ടായിട്ടും പുറത്തിറങ്ങി അവളോട് ചിരിച്ച് നടന്നതും പാവാട പിടിച്ച് നടന്നതും ഒക്കെ പിന്നെ എന്തിനാണ് അവസരവാദി? ഓക്കെ, നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലെ ആ ഒരു സംഭവമാണ് ഇവർ പറയുന്നത്. നീ അനുമോളെക്കുറിച്ചും ഷാനവാസിനെയും കുറിച്ച് പറഞ്ഞതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അതിനിടയ്ക്ക് അക്ബറിനെ തന്നെ വൈറ്റ് വാഷ് ചെയ്യുന്നു. നീ ചെയ്ത് കേരളത്തിലെല്ലാവരും കണ്ടതാണ്. മിസ്റ്റർ അക്ബർ ഖാൻ, ലേശം ഉളുപ്പുണ്ടോ? ഗെയിം ഷോയിൽ നടന്നതും റിയൽ ലൈഫ് സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്യാൻ നാണമുണ്ടോ? ആ ടാസ്കിൽ താൻ ഫോഴ്സ് കൊടുത്തപ്പോൾ അവൾക്കത് ഹേർട്ട് ആയി, അപ്പോൾ ബസ്സിലെ പോലെയാണ് എന്ന് പറഞ്ഞു. അല്ലാണ്ട് അക്ബർ ബസ്സിൽ പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ പോയില്ലല്ലോ. സ്വന്തമായിട്ട് വൈറ്റ് വാഷ് അടിക്കാൻ നടക്കുക, അതും ഗെയിം ഷോയിൽ പറഞ്ഞത് വെച്ചിട്ട്. എനിക്കും തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗെയിം ഷോയിൽ നടന്ന കാര്യം വീണ്ടും ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റുമായിട്ട് മിക്സപ്പ് ചെയ്യേണ്ടായിരുന്നു. അതായത് ഒരു ദീപകിൻ്റെ ഇഷ്യൂ ആയിട്ട് ഈ ഒരു ഇൻസിഡൻറ്റിനെ മിക്സപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതൊരു ഫേക്ക് അലിഗേഷൻ ആണ് എങ്കിൽ ഓക്കെ, ഫേക്ക് അലിഗേഷൻ ആണ്. ലാലേട്ടൻ വന്ന ആ ഒരു ടൈമിൽ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞ പോലെ ലൈഫുമായിട്ട് അത് ഇൻസിഡൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഇതിനെല്ലാം കാരണം എന്താ വെച്ചാൽ ആര്യൻ ഒരു പുഷ് ചെയ്തതാണ് സംഭവം. മെയിൻലി അവിടെ വന്നതിൻ്റെ മോനെ നിന്റെ വൈറ്റ് വാഷ് അടി ഇതുവരെ നിന്നില്ലേ, കൊള്ളാം, അടുത്ത സീസൺ ആവാറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്ബർ ഡോണ്ട് ഡിലീറ്റ് മൈ കമൻറ്റ്സ്. ദീപക് ആൻഡ് യുവർ ഇൻസിഡൻറ്റ് വാസ് നോട്ട് ദ സെയിം. നീയാണ് ഗെയിമായിട്ട് യൂസ് ചെയ്ത് അത് ക്യാരക്ടർ അസാസിനേഷൻ ആക്കി എടുത്തത്. ദാറ്റ് വാസ് യുവർ ബ്രില്യൻ ഗെയിം പ്ലാൻ. ബട്ട് എന്ത് ചെയ്യാൻ, മലയാളീസ് മണ്ടന്മാരല്ല. നിന്റെ ക്യാരക്ടർ അവൾ ഓൾറെഡി എക്സ്പോസ് ചെയ്തിട്ട് എന്തായി? ഗെയിമിൻ്റെ അകത്തും പുറത്തും എന്നും എപ്പോഴും തന്നെ പോലെ സിറ്റുവേഷൻസ് യൂസ് ചെയ്യുന്ന വളച്ചൊടിക്കാൻ ആരെയും ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു മാനിപ്പുലേറ്റർ ആടോ താൻ. ഓക്കെ, ബിഗ് ബോസിൽ സംഭവിച്ചത് ആര്യൻ കാരണമാണ്. അവൻ ഗെയിം തുടങ്ങുന്നതിന് മുൻപ് മനഃപൂർവ്വം അക്ബറിനെ അനുവിൻ്റെ ദേഹത്തോട്ട് തള്ളിയിടുകയായിരുന്നു. അത് അനുവിന് അൺകംഫർട്ടബിളായി. ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു, അപ്പോൾ ആര്യൻ തിരുത്താതെ അക്ബറിനെ അനുവിനെ കുറ്റപ്പെടുത്തി. ആര്യൻ മസ്താനിയെ ഉപയോഗിച്ചും അനുവിനെ ദേഹത്തേക്ക് വീണു. ഇങ്ങനെയൊക്കെ മനഃപൂർവ്വം ചെയ്യുമ്പോൾ സ്ത്രീകൾ മിണ്ടാതിരിക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്? ഇതിലും നല്ലൊരു എക്സാമ്പിളാണ് ടിൻഡർ കാര്യം ആയിരുന്നു. അതെന്താ അക്ബർ പറയാത്തത്? അതും ഒരു ഫേക്ക് അലിഗേഷൻ ആണല്ലോ ബ്രോ. ഫസ്മിനിക്കെതിരെയും കേസ് എന്തായി? അതിനെപ്പറ്റി റിയാക്ട് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? സ്വന്തം ഭാര്യയ്ക്ക് റെസ്പെക്റ്റ് കൊടുക്കാത്ത ഇവനാണ് ഇനിയും ബാക്കിയുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ്. അതായത് ആ ഒരു വീഡിയോ ഇട്ടത് മാത്രമേ അക്ബറിന് ഓർമ്മയുള്ളൂ, ബാക്കിയൊക്കെ കമൻസ് ഒക്കെ നെഗറ്റീവാണ്. സപ്പോർട്ട് ചെയ്ത കമൻസ് ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്, ഒന്നും ചെയ്യാത്ത ഒരാൾ, ഒരു അലിഗേഷൻ എടുത്ത ഒരാൾക്ക് ഉള്ള മാനസിക ബുദ്ധിമുട്ട് അക്ബറിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദീപക് മരിച്ചതിൻ്റെ ഒരു കാര്യമാണ്. ഇനിയെങ്കിലും നിങ്ങൾ നിർത്താനാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, ഓക്കെ, അക്ബറിന് അങ്ങ് ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഈ ദീപക്
ദീപകിൻ്റെ ഇൻസിഡൻറ്റുമായിട്ട് അത് കൂട്ടിക്കൊഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, റിയൽ ലൈഫ് ഇൻസിഡൻറ്റുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഓൾറെഡി തീർന്നു, അടുത്തത് സീസൺ മാർച്ചിൽ വരാറായി, എന്നിട്ടും ഇപ്പോഴും ബിഗ് ബോസ് തന്നെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കിതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.